എടുക്കി. ഒന്നുകൂടെ എടുക്ക്. വലിച്ച് വലിച്ച് മരിക്കി. വലി വലിക്ക്. ഇനി മുതലാളി ഒന്ന് വലിക്ക്. ഇനി മുതലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിലിരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴിവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ. ഞാൻ വേണ്ട വേണ്ടാന്നൊരു 100 അത് നീ പറഞ്ഞു. മുടിപ്പേര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ളച്ചേട്ട ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകണം. വിസ്തരിച്ചത് മതി. സത്യം പറയണം. പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയിലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പറ്റുള്ള മൊയിലാളിമാരി നാട്ടിലുണ്ട്. വല്ലതിനും 10 ചക്ര ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്. റിഹേഴ്സൽ സമയം ഇതിനൊക്കെ. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കയറ്. വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞാൽ ചന്തേ, ഇതൊരു കലാക്ഷേത്രമല്ലേ? കലാക്ഷേത്ര എന്നെ ഒരു കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. ചോയിര്. ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക്, ഏത് വഴി, എവിടെ വരും? വീട്ടില് കുറച്ച് വിഷമോ, അതുകൊണ്ടാ ചോദിച്ചേ. എല്ലാരും വന്നിങ്ങനെ കാശെന്ന് പറഞ്ഞ ഞാൻ എവിടുന്ന് എടുത്തു തരിക? കുടിശ്ശികയിൽ ഇത്രയെങ്കിലും കിട്ടിയാ? ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ, എന്നിട്ട് കുടിശ്ശിക തീർക്കാം. എന്ന് മാത്രമല്ല, വേണേ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം. ഇപ്പൊ ചെല്ലേ. കഷ്ടപ്പാടുണ്ടല്ലേ ചോദിച്ചത്? തന്റെ വക്കാലത്തൊന്നും വേണ്ട. അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്താൽ കൊണ്ടുകൂടെ? രോഹിണിക്ക് കാശ് വേണോ? എന്റെ ഇത്രേ ഉള്ളൂ, എന്ന് മതിയോ? വേണ്ട. രോഹിണിക്ക് കാശ് വേണോ? എന്റെ ഇത്രേ ഉള്ളൂ, എന്ന് മതിയോ? വേണ്ട. കാറടിച്ച് ചക്രവണ്ണി കൈ മണയ്ക്കുമ്പം എന്റെ കമ്മീഷൻ ഇങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്. ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം. സൈക്കിള് പിടി. ഞാൻ വേഗം ചാടേ. ചാട്. നീയൊക്കെ പോലീസാ? നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ? ആഗ്രഹിച്ചാ ഇതാ ഇങ്ങനെ കിടക്കും. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാണം കൊടുത്തെന്ന് വിചാരിക്കുക. എത്ര നാളും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുന്ന പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്തായാലും കുഷ്ഠരോഗം ആകുന്ന മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ ആ രണ്ടൊന്നു തന്നെ. ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നും തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാനൊക്കത്തില്ലല്ലോ. അതാണ് എന്റെ വിഷമം. അതിന് 3 കോടി കൊടുക്കൂലേ? അതൊരു ചന്തം ഉണ്ടാവില്ലേ? അല്ല, എപ്പോഴാണ് ഇത് മുറിക്കുക?
അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിൽ കേസ് ചെയ്തിട്ടുണ്ട്. ഇത് അവിയല്ല ഉപ്പയില്ല. വാരേതാ அம்மாடி இந்த சோத்துல ஒரே கல்லா இருக்கு. அரிசியில இருந்து கல் எடுக்க கண்ணு சரியா தெரியலடா. ஏன் பாட்டி, இந்த வீட்டுல உன் கூட வேலை செய்யறதுக்கும் சாப்பாடு பண்றதுக்கும் யாராவது நாள் வைக்க கூடாதா? இந்த காலத்துல நல்ல வேலைக்காரியே கிடைக்காதடா. வேலைக்காரி இல்லாம வேற யாராவது இருந்தா அப்படி யாரு வருவாங்க? அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா? என்னடா சொன்ன? கொன்னு போட்டுடுவேன். பிரம்மச்சாரியா கோயில்ல பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரவத்தை கெடுக்க பாக்குறியா? சந்தானா பாவி. இந்த வீட்டுல யாருமே இல்லாதனால இது வீடா ஒரு 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 சத்தமே இல்ல. அப்படின்னா அந்த மிருதங்கத்தை எடுத்து காலையில மாலையில 2 வேளை வாசி, சத்தம் வரும். ஆனா மனசுக்கு சந்தோஷம் வந்தா தானே இந்த கையில தாளம் வரும். உனக்கு இங்க சந்தோஷம் கிடையாதா? இருக்கு, பெருத்து இருக்கு. என்னை விட்டு ஜாஸ்தி பேச வைக்காத. உனக்கு எப்படா சந்தோஷம் வரும்? வரும்போது அந்த மிருதங்கத்தை எடுத்து வாசிச்சு உன்னை புரிய வைக்கிறேன். கல்யாணம் பண்ணாம நான் செத்து போனா அதோட இந்த குடும்ப வம்சமே முடியறது. அப்புறம் இந்த வீடு பாக்குறதுக்கு ஆள் இருக்காது, பூஜை செய்யறதுக்கு ஆள் இருக்காது. அது மட்டும் நீ ஞாபகம் வச்சுக்கோ. ஆமா. ഇതാ ശങ്കര, കൊണ്ടുപോയിക്കോളൂ. ഇതേ ഉള്ള ഒരു പോതരവില്ലല്ലേ? ഓട്ട ഉണ്ടാന്ത. ശങ്കര, ശങ്കര വേഗം വയ്ക്കോളൂ. എന്താ ഇത്? ആ, എന്താ പറ്റേ താമസിച്ചത്? താമസിച്ചു. പട്ടേ പാട്ടേ അല്ല, ഞമ്മള് മുതലാളി അങ്ങോട്ട് പോയി. പുള്ളി പ്രസിൽ നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്കുക. ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ? മൂപ്പര പ്രസിപ്പൊക്കെ ഞമ്മക്കത്ര പിടിക്കുന്നില്ല കേട്ടോ. എനിക്കും സംശയമില്ലാതില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ വന്നേ വന്നേ. അല്ല, കഞ്ഞി എടുക്കണം. കഞ്ഞി ഇവിടെ വെക്കാം. പോയിച്ചേ. ആ നിക്ക് നിക്ക് നിക്ക്. അല്ല, ഊണ് കഴിച്ചോ? വേണ്ട. ഇരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം. ഇരിക്കുന്നേ, ഇപ്പൊ വരാം. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോവേ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് വയ്ക്കാൻ വയ്യെങ്കിൽ മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി. സ്വാമി പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടിലുള്ളമാർക്കേ പറ്റും. ശങ്കര, ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര, ശങ്കര. സ്വാമി, ആ ലൈറ്റ് കണ്ട? അത് വിൽക്കാനൊക്കെ അല്ലേ ശങ്കര? വിൽക്കാനല്ലേ വേ, അത് ഞാൻ പറയണേള്. കണ്ണും പിണിയും കണ്ടൂടെ സ്വാമി. ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട്. അവിടെ പച്ച കത്തിയാ പ്രേമം നടക്കും, ചെവല കത്തിയാ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നുമില്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ. രണ്ടിലൊന്നും അറിയാവല്ലേ? അത് കൊള്ളാം ശങ്കര. സ്വാമിയുടെ കൈയൊന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുരുട്ട് ചെമ്പ് പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ് ഇപ്പൊ ഇതേ ഉള്ളൂ. നാലെണ്ണയ്ക്ക് പാറ്റാഗുളിയെ വാങ്ങിച്ച് പാറ്റയ്ക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കി ഒഴിയിട്ട് തരി. 4 എണ്ണമെങ്കിൽ 4 എണ്ണ വായു ഗുളിയെ വാങ്ങിക്കാവല്ലേ.